ഐക്യജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ 3.0 കുറിച്ച് ചിലർ സംസാരിക്കുക. ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർ രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും, അവർ ഗീതങ്ങൾ ഉന്നയിക്കും. ആ രാജഭക്തിക്ക് വേണ്ടി, രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ 3.0 എന്ന് പറഞ്ഞിട്ട്. തരൂരിനെ പോലുള്ളവർ കോൺഗ്രസിൽ ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിൻ്റെ അകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി, ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്താ പറയുക, ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലൊരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. കോൺഗ്രസിൻ്റെ അടിത്തറയിൽ സംശയം പ്രകടിപ്പിച്ച് ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിൽ നേതൃ ദാരിദ്ര്യമുണ്ടെന്നും ഇടത് സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പുകഴ്ത്തിയതിന് പിന്നാലെ ഉയർന്ന വിവാദം കെട്ടടങ്ങും മുൻപാണ് കോൺഗ്രസിനെ അടച്ചു വിമർശിച്ചും അവഗണിച്ചാൽ തനിക്ക് മുന്നിൽ വേറെ വഴികൾ ഉണ്ടെന്നും പറയുന്ന ശശി തരൂരിൻ്റെ അഭിമുഖം വരുന്നത്. വ്യക്തിപരമായി തനിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായ നേട്ടം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന തരൂർ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന താക്കീതും കോൺഗ്രസിന് നൽകുന്നുണ്ട്. കോൺഗ്രസിൽ പലരും UDFിലെ ഘടകകക്ഷികളും അതൃപ്തരാണ്. പിണറായിയെ പുകഴ്ത്തിയതിന് കേരളത്തിന് നല്ലത് വരുന്ന കാര്യങ്ങളെ താൻ അനുകൂലിക്കും എന്ന് തരൂരിൻ്റെ മറുപടി. കോൺഗ്രസ് പ്രസിഡന്റാകാൻ മത്സരിച്ച തരൂർ കോൺഗ്രസിൽ ഇപ്പോഴും അനഭിമതനായി തുടരുകയാണോ? തരൂരിന് വേണ്ട പരിഗണന പാർട്ടി നൽകിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് വെറും ആൾക്കൂട്ടമായി മാറിയ പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയതുകൊണ്ട് എന്താകാൻ എന്നാണ് തരൂർവാദികൾ ചോദിക്കുന്നത്. തരൂരിൻ്റെ അഭിമുഖം വന്നതിന് പിന്നാലെ നേതൃപ്രശ്നം കോൺഗ്രസ് ഉടനെ പരിഹരിക്കണം എന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് തരൂരിൻ്റെ ഓപ്ഷൻസ് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ പ്രൊഫസർ AG ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം പ്രൊഫസർ AG ജോർജ്, ശശി തരൂർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ? കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ്, കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് മനസ്സിലാകാതെ പോകുന്നത്? ലാല്, ഇപ്പോൾ ഈ ശശി തരൂർ ഉന്നയിച്ചതായിട്ടുള്ള ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല എന്നതാണ് പരമമായ സത്യം. ഈ കുറേ നാളുകളായി ഡോക്ടർ ശശി തരൂർ ഇതുപോലെ ചില ഓലപ്പടക്കങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വൈകി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഏത് മാർഗത്തിലൂടെയും മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. അതിന് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളൊക്കെയാണ് പൊതുവേ മീഡിയയിൽ തിരക്ക് കുറഞ്ഞ ദിവസം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയമൊക്കെ നോക്കിയാണ് ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്തിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ 10-15 വർഷം മുൻപ് യാദർച്ഛികമായി വന്നുപെട്ട ഒരാൾ നടത്തുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളും ചില ഭീഷണികളുമൊന്നും
ഒരു തരത്തിലും അതിനെ ബാധിക്കുകയില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഈ ഡോക്ടർ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഒരു നാൾ വഴി പരിശോധിക്കണം. ഡോക്ടർ ലാൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ. അദ്ദേഹം 15 വർഷം മുൻപ് എന്തായിരുന്നു, അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷങ്ങളായി അദ്ദേഹം നേടിയെടുത്തതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചത് ഏത് വഴിയിലൂടെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള വ്യക്തിത്വം കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് 4ാമതും തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഡോക്ടർ ലാലിനറിയാം, ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഒരാൾ വിചാരിച്ചത് കൊണ്ടാണ് എനിക്ക് ധാരാളം വോട്ടുകൾ പാർട്ടിക്ക് പുറത്തു നിന്ന് ലഭിച്ചു. ലാലെ, ഒരു പരമമായ യാഥാർത്ഥ്യമല്ലേ, ഒരു പാർട്ടിയിലെയും വോട്ടുകൾ കൊണ്ടല്ല ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുന്നത്. അത് കോൺഗ്രസിൽ മാത്രമല്ല, CPM-ലും CPI-ലും മുസ്ലിം ലീഗിലും ഒന്നും ആ പാർട്ടിയിലുള്ള ആളുകളുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം എന്തൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു കാരിസ്മ, ആ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എനിക്കിത്ര വലിയ ജനപിന്തുണയുണ്ട്. നമുക്കറിയാമല്ലോ പ്രൊഫസർ AG ജോർജ്, ഇപ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്താണ് മത്സരിച്ചത്. നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. അവിടെ ഏത് തരത്തിലുള്ള ഒരു ഭീഷണിയാണ് കോൺഗ്രസിനും അല്ലെങ്കിൽ ഒരു മതേതര വിഭാഗത്തിനൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ താങ്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ശശി തരൂർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് ഇത്തവണ ജയിച്ചിട്ടുള്ളത്, 4ാമതും ജയിച്ചു കയറിയത് എന്ന്. ശശി തരൂർ അത്രമാത്രം താങ്കൾ ഈ ഇകഴ്ത്തി പറയുന്നതിന് തക്കവണ്ണം ഒന്നുമല്ലാത്ത ഏതോ ഒരു ഏഴാങ്കൂലിയാണ് എന്നാണോ കോൺഗ്രസ് ഇതുവരെ കണക്കാക്കിയിരുന്നത്? ഡോക്ടർ ലാൽ ഉപയോഗിച്ച വാക്കുകളൊന്നും എൻ്റെ വാക്കുകളല്ല. ഞാൻ അദ്ദേഹത്തെ ഇകഴ്ത്താനായിട്ടുള്ള യോഗ്യതയുള്ള ആളല്ല. അദ്ദേഹത്തെ ഏഴാം കൂലിയെന്നോ ആറാം കൂലിയെന്നോ ഞാൻ വിളിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ 2 വാക്കുകളും ദയവായി എൻ്റെ നാവിൽ തിരുകരുത് എന്ന് ഡോക്ടർ ലാലിനോട് സ്നേഹം ഇഷ്ടമുള്ള ഒരു കൂലി അവിടെ കൊടുത്തോളൂ. 7 വേണ്ട, 6 വേണ്ട, താങ്കൾ വേണേ 3ഓ 4ഓ അതല്ല എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? ഞാൻ ഡോക്ടർ ശശി തരൂർ എന്ന വ്യക്തിയെ വല്ലാതെ ആദരിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇരുന്ന മേഖലകളിലെല്ലാം അദ്ദേഹത്തെയാണ് താങ്കൾ ഇപ്പോൾ അല്പം മുമ്പ് 15 കൊല്ലം മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചത്. ആണ്ടി എന്ന് താങ്കൾ താരതമ്യം ചെയ്തത് ആരെയാണ് സാർ? അതെ, ആണ്ടി എന്ന് പറഞ്ഞ ഞാനൊരു പ്രയോഗമാണ്. അതായത് ഞാനൊരു കേമനാണെന്ന് ഞാനല്ല പറയേണ്ടത് ലാലെ. അത് ലാലിന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ, പ്രേക്ഷകർക്ക് മനസ്സിലാകും. ലാലിന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അതായത് ഞാനൊരു പ്രമാണിയാണ്, ഞാനൊരു അനിവാര്യനാണ്, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ ശരിയായ നേതൃത്വം ഉണ്ടാവുകയില്ലൂ എന്നൊക്കെ അദ്ദേഹം പറയാതെ പറയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ താങ്കൾക്കറിയാം. ഇപ്പോൾ 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ശശി തരൂർ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിലും താങ്കൾക്ക് തർക്കമുണ്ടാകേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക നിലയെക്കുറിച്ചും വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചുമൊക്കെ ഒരു ചർച്ച വന്നപ്പോൾ ശശി തരൂരിൻ്റെ നിലപാട് എന്തായിരുന്നു, പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ കേട്ടതാണ്. അത് ഉൾപ്പെടെ അടുത്ത ഒരു 3ാം ഊഴത്തിലും പ്രതിപക്ഷത്തിരിക്കാൻ കോൺഗ്രസ്സിന് ശ്രമിക്കേണ്ടി വരും, അതിനുവേണ്ടി തയ്യാറാകേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നതിൽ ഒന്നുമില്ല എന്നെങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ കാണുന്നത്? ഡോക്ടർ ലാലെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ 2 പ്രാവശ്യം പ്രതിപക്ഷത്തിൽ ഇരുന്നു പോയതുകൊണ്ട് ഒരു പാർട്ടി എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് വനവാസത്തിലേക്ക് പോകണമെന്നൊന്നും കരുതരുത്. ഇപ്പോൾ അത് പണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ കരുതില്ല സാർ. ഇപ്പോൾ നമുക്കറിയാം മറ്റു പലരും കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ കാത്തിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു ഊഴം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ കേരളത്തിൽ അതെന്ത് അവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത് ഞാൻ താങ്കളോട് പറയണോ? താങ്കൾ ഇരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് പോലും വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഞാൻ നിരീക്ഷിക്കുന്നത് സ്വാഭാവികമായി. അല്ല, താങ്കളൊരു സാങ്കല്പികമായിട്ട് ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പം സംസാരിക്കുന്നത്. അതായത് 3ാം ഊഴം വരുമ്പോൾ ഈ സർക്കാർ തന്നെ തുടരുമെന്നൊക്കെ അങ്ങ് തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഒരു വിധി പ്രഖ്യാപനം നടത്തുകയാണ്. അതൊക്കെ വെറും സാങ്കല്പിക.
ശശി തരൂർ പറഞ്ഞതാണ്. സാങ്കല്പികമായ ഞാൻ പറഞ്ഞതല്ല, ശശി തരൂർ അതെ, പറഞ്ഞതാണ്. ശശി തരൂരിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ശശി തരൂരിന് ഇത്രയും പ്രവാചക ദൃഷ്ടിയും ഇത്രയും വലിയ ക്രാന്തദർശിത്വവും ഒരു ജ്യോതിഷ പണ്ഡിതനേക്കാളും അത്യത്ഭുതകരമായിട്ട് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുമെന്നൊന്നും വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്ന് കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അദ്ദേഹത്തെ ഒരു ഞാൻ 15 വർഷം മുമ്പ് എന്തായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അങ്ങേക്കറിയാം. കാരണം അദ്ദേഹത്തെ പോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത മറ്റൊരു കോൺഗ്രസ്സുകാരൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ KSUവിൽ പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് പോലീസുകാരൻ്റെ ചവിട്ടും തൊഴിയും ഒക്കെ പറ്റിയ എത്രയോ നേതാക്കന്മാർക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഒരു പദവിയും സ്ഥാനമാനങ്ങളും അംഗീകാരവുമാണ് ഇദ്ദേഹം അമേരിക്കയിൽ UN സെക്രട്ടറി ജനറലായി മത്സരിച്ച് തോറ്റതിന് ശേഷം അമേരിക്ക വിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ കടുത്ത വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും KSUക്കാരെ തിരുവനന്തപുരത്ത് പിടിച്ച് നിർത്താത്തത് എന്താണ്? അല്ലല്ല, അതാണ് കോൺഗ്രസിൻ്റെ അന്തസ്സ്, അതാണ് കോൺഗ്രസിൻ്റെ മാന്യത. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെയുള്ള സീനിയർ നേതാക്കളാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അംഗീകരിച്ചുകൊണ്ട്, ഇദ്ദേഹം ഒരു വിശ്വപൗരനാണ് എന്ന ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടി തന്നെയാണ് ആ ഒരു മുതൽക്കൂട്ടാകാവുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴെന്ത് മാറ്റമാണ് ഉണ്ടായത്? അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ 3-ാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെയാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. അതിനെ മറികടക്കാൻ ഒരു വഴിയുണ്ട്. അത് ഈ പറയുന്ന സ്വതന്ത്ര സംഘടനകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സർവേകളിലൊക്കെ കണ്ടതുപോലെ തരൂരിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മത്സരത്തിനിറങ്ങുക എന്ന ഒരു വഴി കൂടിയുണ്ട്. അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ അതാണ് രണ്ടാമത്തെ വിഷയം. അദ്ദേഹത്തിൻ്റെ ഭീഷണിയിലുണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ചലനവും ഉണ്ടാകില്ല. ഇപ്പോൾ 3-ാം ഊഴം ഈ പറയുന്ന പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാലും അത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമായി മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ശശി തരൂർ പറയുന്ന നേതൃദാരിദ്ര്യം നികത്താനായി അദ്ദേഹത്തെ ഇവിടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയം ആകെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും കോൺഗ്രസിലുള്ള ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ഡോക്ടർ ലാൽ വിചാരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം. ഞാൻ വരാം പ്രൊഫസർ AG ജോർജ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇപ്പോൾ പ്രൊഫസർ AG ജോർജ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇനി ഒരു തവണ കൂടി വീണ്ടും ഒരു ഇടത് സർക്കാർ വരേണ്ടി വന്നാൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമായി മാത്രം കണ്ട് അംഗീകരിക്കുക എന്നതിലേക്ക് മാറും, അല്ലാതെ തരൂരിന് കീഴടങ്ങില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയെ താങ്കൾ എങ്ങനെ കാണുന്നു? അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അല്ല, ഇന്നിപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂരിൻ്റെ ലേഖനം വന്നതിൽ അദ്ദേഹം പ്രധാനമായും 2-3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, കേരളത്തിൽ കോൺഗ്രസിൽ ശക്തമായിട്ട് നേതൃത്വം ഇല്ല, അതുപോലെ കേരളത്തിൽ നേതൃപ്രതിസന്ധിയാണ് എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതായത് KPCCയുടെ യോഗം പോലും ഒരുമിച്ചിരുന്ന് കൂടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുമിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറഞ്ഞു, ഒരു യോഗത്തിൽ ഒരുമിച്ചൊരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറി എന്ന് കൃത്യമായി സൂചിപ്പിക്കുക. UDFിലെ തന്നെ ഘടകകക്ഷികൾ അവരുടെ ആശങ്ക പങ്കുവച്ചില്ലേ? ലീഗ് പറഞ്ഞില്ലേ? ലീഗ് എന്താ പറഞ്ഞത്? അടിയന്തരമായി കോൺഗ്രസിന്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ നേതൃപ്രശ്നമുണ്ട് എന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ അത് വലിയ കുറ്റമായിട്ട് ചിത്രീകരിക്കുക. അതുപോലെ അടിത്തറ വികസിപ്പിച്ചില്ലെങ്കിൽ 3-ാം തവണയും കോൺഗ്രസിന് പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതിൽ കൃത്യമായി യാഥാർത്ഥ്യമില്ലേ? ഇപ്പം അവസാനത്തെ 20 വർഷത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. UDFിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണ്? UDFിന് 2006-ൽ 42% വോട്ടുണ്ടായിരുന്നു. 42. 2011 ആയപ്പോൾ അത് 45ആയി. 2016 ആയപ്പോൾ 38ആയി. 2021 അത് 39ആയി. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവസാനത്തെ 10 വർഷം 2 തെരഞ്ഞെടുപ്പുകളിൽ 40-ൽ താഴെ വോട്ടിംഗ് ശതമാനമാണ് UDFിനുള്ളത്. അതായത് കൃത്യമായി വലിയ UDF തരംഗം ആഞ്ഞടിച്ച 2011-ൽ പോലും 2 സീറ്റിന്റെ വ്യത്യാസത്തിനാണ് കോൺഗ്രസ് വിജയിച്ച് കയറിയത്.
ഇപ്പം അടുത്ത കാലത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടായി. ആ വിജയമുണ്ടായത് എന്താ? അവരുടെ കയ്യിലിരുന്ന സീറ്റാണ്. അവരുടെ തന്നെ ബന്ധുക്കൾ, മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ മത്സരിച്ചപ്പോൾ ഒരു മറ്റേ ഭൂരിപക്ഷം കൂടിയിട്ടുണ്ടാകാം, പക്ഷെ അല്ലാതെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് UDF കക്ഷികൾ തമ്മിലുള്ള പടലപ്പിണക്കവും നേതാക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കവും എല്ലാം കാണുന്നത്. അതുകൊണ്ട് അടിത്തറ വിപുലപ്പെടുത്തണമെന്നൊരു നേതാവ് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി ചിത്രീകരിക്കുന്നു, വലിയ അപരാധമായി ചിത്രീകരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേ പത്രത്തിൽ എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായി വച്ച് 45 ലക്ഷം കമ്പനികളുടെ ഡേറ്റകൾ പരിശോധിച്ച് അദ്ദേഹം എഴുതിയ ലേഖനത്തിലെ വാചകങ്ങൾ പറഞ്ഞല്ലേ അദ്ദേഹത്തെ ക്രൂരമായിട്ട് ആക്രമിച്ച്. വിശ്വപൗരനല്ല എന്ന് പറഞ്ഞ് വേറെ വാചകമാണ് ഉപയോഗിച്ച്. അത് കൃത്യമായിട്ട് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. അതുപോലെ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അടുത്ത കാലത്ത് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ശശി തരൂർ സ്വീകരിച്ച നിലപാട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വളരെ അനുഭാവപരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളയിൽ വന്നപ്പോഴും ഏറ്റവും ആദ്യം അതിനെതിരെ പ്രതികരിക്കാനോ എതിർക്കാനോ അല്ല അദ്ദേഹം തയ്യാറായത്. കോൺഗ്രസ് MP-മാർ കൊടുത്ത റെപ്രസെന്റേഷനിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം അതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സാധ്യതയെ വളരെ അനലൈസ് ചെയ്ത് പഠിക്കാൻ അദ്ദേഹം തയ്യാറായി. അതുപോലെ തന്നെ ലുലു മാളിന്റെ ഉദ്ഘാടന ചടങ്ങ് 2021 നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞു, വികസനത്തിന് വേണ്ടി നല്ല മുന്നേറ്റം സൃഷ്ടിക്കുന്ന സഖാവ് പിണറായി വിജയൻ ഇത്തരത്തിൽ വികസനത്തിൽ തടസ്സപ്പെടുത്താൻ വരുന്നവരെ നേരിടാനുള്ള കരുത്തുണ്ട് എന്നെല്ലാം അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ എത്ര നന്നായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയത്. ഈ സിംഗപ്പൂരിലും അമേരിക്കയിലും ഒരു സംരംഭം തുടങ്ങാൻ 2 ദിവസം വേണം, ഇന്ത്യയിൽ 116 ദിവസം വേണം. കേരളത്തിൽ അത് 2 മിനിറ്റ് മതി എന്നുള്ളത് വളരെ പ്രതീക്ഷാനിർഭരമാണ്, ആശ്വാസകരമാണ്, നല്ല തീരുമാനമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോഴാണ് വിപ്രോയുടെ MD അടക്കം പറഞ്ഞത് ഞങ്ങൾക്ക് 2 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല, 1.25 മിനിറ്റിന് ഞങ്ങൾക്ക് സാങ്ഷൻ കിട്ടി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എക്കോസിസ്റ്റം, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ കണക്ക് പ്രകാരം $170 കോടി വരുമാനം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായി എന്നും അതുപോലെ തന്നെ 256% വികസനമാണ് ഈ രംഗത്ത് എക്കോ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ വന്നതെന്നും കണക്കുകൾ വെച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ ഇത്രയധികം ആക്രമിക്കുന്നു. ഇന്ന് അദ്ദേഹം പത്രത്തിൽ ലേഖനം എഴുതുമ്പോഴും അദ്ദേഹത്തെ വലിയ തരത്തിൽ ആക്രമിക്കുന്നു. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ കോൺഗ്രസിന്റെ AICC അംഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്, അദ്ദേഹം ആ പാർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. ഇത്തരത്തിൽ വികസനത്തെ പിന്തുണച്ച് അഭിപ്രായം പറയുന്ന എല്ലാവരും കണക്കുകൾ വെച്ച് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന, അത് ഞങ്ങൾ പറയുന്ന അഭിപ്രായം തന്നെ അവർ പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുക. മറിച്ച് അദ്ദേഹം ആ രാഷ്ട്രീയം വിട്ട് പുറത്തു വന്നാൽ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ആ സമയത്ത് നമ്മൾ തീരുമാനിക്കും. ഏതായാലും ശശി തരൂരിനെ കൂട്ട ഒരു വിശ്വപൗരൻ വലിയ തരത്തിൽ ലോക ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ച, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ള ഒരു മനുഷ്യൻ ഈ കേരളത്തിലെ വികസന പ്രക്രിയയെ പിന്തുണയ്ക്കുന്ന, നല്ല അഭിപ്രായം പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ജനങ്ങൾ വളരെ നന്നായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിനിങ്ങാന്ന് വരെ നിഷേധ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിന് അത് തിരുത്തി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന് നല്ല അഭിപ്രായം പറയേണ്ടി വന്ന സാഹചര്യം ശശി തരൂർ അടക്കം ഉള്ള നേതാക്കന്മാർ UDF-ൽ തന്നെ വിമത ശബ്ദം ഉയർത്തിയതും അവർ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തതും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഭാവിയും ആശംസിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അടുത്ത വർഷവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഒരു അവസ്ഥ, അവരുടെ സംഘടനാ ദൗർബല്യത്തിന്റെ ഒരു അവസ്ഥ, അതുപോലെ അടിത്തറ വിപുലപ്പെടുത്തണമെന്നുള്ള കാര്യമെല്ലാം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അനലൈസ് ചെയ്തുകൊണ്ട് ശ്രീ ശശി തരൂർ പറഞ്ഞതായിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കോൺഗ്രസ് അതിലെ പോസിറ്റീവ് വശം ഉൾക്കൊള്ളുന്നതിന് പകരം അത്തരത്തിൽ പോസിറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വേണ്ടത്ര നിർദ്ദേശം തരുന്ന നേതാക്കന്മാരെ തള്ളി പറഞ്ഞു വന്നാൽ അതിന്റെ ഒരു ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക അവർ തന്നെയായിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, പഴയ കേരളമല്ല നമുക്കറിയാം, പഴയ രാഷ്ട്രീയ സാഹചര്യവുമല്ല, ഇവിടെ പഴയ കോൺഗ്രസ് അല്ല, പഴയ ഇടതുപക്ഷമല്ല, CPIM ഉൾപ്പെടെ പഴയ കാലഘട്ടത്തിലല്ല ഈ പാർട്ടികളൊന്നും പ്രവർത്തിക്കുന്നത് എന്നത് അവരുടെയൊക്കെ സമീപനങ്ങളിൽ ആ വ്യത്യാസം കാണാനുണ്ട്. ശശി തരൂർ പറയുന്ന ആ പോസിറ്റീവ് രാഷ്ട്രീയത്തിന് കോൺഗ്രസിൽ കേൾക്കാൻ ആളില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി പറയാൻ അവസരമില്ലെങ്കിൽ, അദ്ദേഹത്തിന് പുറത്തേക്ക് നീങ്ങേണ്ടി വന്നാൽ ഓപ്ഷൻസ് എവിടെയൊക്കെ ഉണ്ട് എന്നത് കൃത്യമല്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതുകൊണ്ടല്ലേ ശശി തരൂർ ഇങ്ങനെയൊക്കെ പറയുന്നതും? ഇത് കോൺഗ്രസിന് മനസ്സിലാകാതെ പോകുന്നതാണോ? ലാലെ, ആദ്യം ഞാൻ AG ജോർജ് സാർ പറഞ്ഞ കാര്യങ്ങൾ, 2 വിഷയങ്ങൾ എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു. ഒന്നാമത് ശശി തരൂർ കോഴിക്കോട്ടെ ആണ്ടി എന്ന വലിയ
ക്ലാസിക് കഥാപാത്രത്തെ പോലെയാണ്. ആണ്ടി വലിയ അടിക്കാരനത്രേ. പറയുന്നതാരാ? ആണ്ടി തന്നെ. എനിക്ക് കോഴിക്കോട്ട് നിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ പണ്ട് പറഞ്ഞിട്ടുള്ള കഥയാണത്. അതേപോലെ ശശി തരൂർ എന്ന വിശ്വപൗരനെ താരതമ്യം ചെയ്യുന്ന ജോർജ് സാറിൻ്റെ എനിക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് പ്രൊഫസർ എ ജി ജോർജ്. വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് പ്രൊഫസറായ പ്രൊഫസർ എ ജി ജോർജ് സാറ് ഇത് പറഞ്ഞത് ഒരു വലിയ പാപ്പരത്തമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് ശശി തരൂരിന്. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. യാതൊരു സംശയവുമില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ അടിയും ഒക്കെ പോലീസിൻ്റെ ലാത്തി ചാർജും ഒക്കെ കൊണ്ട് പോസ്റ്റർ എഴുതി നടന്നവനാണ് നേതാവാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എവിടെയാ പോസ്റ്റർ എഴുതിയിട്ടുള്ളത്? എ ജി ജോർജ് സാറേ, രാഹുൽ ഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധി ഏതെങ്കിലും ഒരു പോസ്റ്റർ എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ലാത്തിയടി കൊണ്ടിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി എവിടെയാ? ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം കാമരാജിനെ AICC പ്രസിഡൻ്റാക്കി. എന്തിനാ? മകൾ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള വഴി വെട്ടിയൊരുക്കാൻ. ചരിത്രമാണ് കോൺഗ്രസിൻ്റെ. ഇന്ദിരാഗാന്ധി അങ്ങനെ അത് അടിയൊന്നും കൊണ്ടിട്ടില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി വലിയൊരു നേതാവായിട്ട് ഉയർന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്ക് സംശയമേ ഇല്ല. രാഹുൽ ഗാന്ധിക്ക് പകരം നമ്മൾ പോകട്ടെ, ആ വിഷയം ഞാൻ വിടുന്നു. ഇന്ന് നമ്മളിപ്പോൾ പറയുന്ന ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ ഔന്നത്യം, അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം കേരളത്തിലെ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ ചെന്നാലും 10 പേരെ കൂട്ടി മുന്നിൽ നിർത്താൻ ശേഷിയുള്ള വലിയ നേതാവ് തന്നെയാണ്. ആ നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള മഹത്വം കോൺഗ്രസിനില്ലെങ്കിൽ, കോൺഗ്രസ് നേതാക്കൾക്കില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യം, 3-ാം തവണയും കൂടെ തോക്കട്ടെ, ഒരു കോൺഗ്രസ് നേതാവ് അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിനെ ലാല് വിശേഷിപ്പിച്ചത് സഹയാത്രികൻ എന്നാണ്. ചിലപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലൈസൻസിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. 3ാമത് ഒരു തവണ കൂടി പരാജയപ്പെടാൻ, അധികാരം കിട്ടാതിരിക്കാനുള്ള ശക്തി, ശേഷി കേരളത്തിലെ കോൺഗ്രസ്സിന് ഇല്ല ജോർജ് സാറേ. അതാണ് സത്യം. കേരളത്തിലെ കോൺഗ്രസ്സിന് ശക്തിയില്ല. കഴിഞ്ഞ തവണ പോലും തോറ്റതെന്താ? നമ്മുടെ കോൺഗ്രസ് നേതാക്കളല്ലേ കുറ്റം? നേതാക്കൾ മാത്രം. ഞാനൊക്കെ അന്ന് പറഞ്ഞതാണ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രി ആവേണ്ട ആൾ രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് ഭരണം കിട്ടാതിരിക്കാൻ ഉറപ്പ് വരുത്തിയ തീരുമാനമെടുത്തത്. ജോസ് കെ മാണിയെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. ബെന്നി ബെഹനാൻ കൂടി. ഓർക്കണം, ഇന്നിപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവേണ്ടത് VD സതീശൻ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എല്ലാ പുരപ്പുറത്തും കയറി നിന്ന് മൈക്ക് വെച്ച് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഭരണം കിട്ടിയില്ലല്ലോ ജോർജ് സാറേ. സാറിനൊന്നുമില്ല, സാറിന് നഷ്ടപ്പെടാനൊന്നുമില്ല, ഒരു സ്റ്റേക്കുമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സാധാരണ പാവപ്പെട്ട മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാർ, അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ, അവർക്കെന്ത് ചിന്തിക്കാൻ പറ്റും? മുസ്ലിം ലീഗ് UDFിലെ 2ാമത്തെ വലിയ കക്ഷി എവിടെ പോകും? അധികാരമില്ലാതെ, അധികാരത്തിൻ്റെ ശീതള ഛായയില്ലാതെ ലീഗ് എന്ത് ചെയ്യും? ലീഗ് ഇപ്പോൾ തന്നെ അമർഷത്തിലാണ്. ഞാൻ പറയുന്നു, ലാലിൻ്റെ ചോദ്യം, ലാൽ ഇന്നിപ്പോൾ ശശി തരൂരിൻ്റെ മുമ്പിൽ എന്തൊക്കെ ഓപ്ഷൻസ്? ഞാൻ കരുതുന്നത് ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോവുകയില്ല. ശശി തരൂരിൻ്റെ മനസ്സ് കോൺഗ്രസ്സിൽ അധിഷ്ഠിതമാണ്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ഒക്കെയും കോൺഗ്രസ് കൊടുത്താണ്, സമ്മതിച്ചു.
അത് ഒന്നുമില്ലാത്തവന് വെറും ഒരു പൊട്ടന് വഴിയോടെ പോകുന്നതിന് കോൺഗ്രസ് എന്തെങ്കിലും സ്ഥാനം പക്ഷേ കൊടുക്കുമോ? ശ്രീ ജേക്കബ് ജോർജ് സാർ കോൺഗ്രസിന് പറഞ്ഞത് വേണ്ട. കേട്ടാൽ ഇന്നിപ്പോ വിളിച്ച് കെ സി ഇതെല്ലാം വേണുഗോപാൽ കൊടുത്താണെന്നാണ്. പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ ഞാൻ പറയട്ടെ. വീണ്ടും മൂന്നാമത് ഒരു അവസരം കൂടി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ ശശി തരൂരിനെ ഈ രാജാവിൻ്റെ വിദൂഷകനായിട്ടാണ് ഇങ്ങനെയുള്ള കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. ശ്രീ എ ജി ജോർജ് അതൊക്കെ കേട്ട് വരുമ്പോൾ ആണ്ടിയെങ്കിലും ആക്കി നിർത്തിയല്ലോ. അല്ല, ഞാൻ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ കെ സി വേണുഗോപാലും ഒക്കെ ഇതുവരെ നോക്കിയിട്ട് ജോർജ് സാറേ, ഈ കോൺഗ്രസ്സേ ഡൽഹിയിൽ അധികാരം പോയിട്ട് എത്ര കൊല്ലമായി എന്നറിയാമോ? എത്ര കൊല്ലമായി? പഞ്ചാബിൽ അധികാരം കിട്ടാതായിട്ട് ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി എന്നൊന്ന് പറഞ്ഞേ. ഇന്ത്യൻ ഭരണാധികാരി, ഇന്ത്യയിലെ ഭരണാധികാരം കൈകാളിയിരുന്ന കോൺഗ്രസിന് ഇന്ന് എവിടെ നിൽക്കുന്നു? അധികാരം എവിടെ നിൽക്കുന്നു? ആരാണിതിന് കാരണക്കാർ? ആരാണ് കാരണക്കാരെന്ന് കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ഈ പരാജയത്തിന്, ഈ തുടരൻ പരാജയത്തിന് കാരണമെന്ന് കോൺഗ്രസ് നേതൃത്വം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ ഈ നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ? ഒരു കാര്യമുണ്ട്, ഒരു തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ പരാജയമാണ് വരുന്നതെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള ആർജവം ഒരു നേതൃത്വത്തിനുണ്ടാവില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നാണ് ഞാൻ വീണ്ടും പറയുക. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ശശി തരൂർ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ശശി തരൂരിന് ഇഷ്ടം പോലെ സാധ്യതകൾ മുമ്പിലുണ്ട്. അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ലോകരാജ്യങ്ങളിൽ എവിടെ പോയാലും പ്രസംഗിക്കാൻ വേദി കിട്ടും. നല്ലപോലെ ഡോളറും പൗണ്ടും എല്ലാം കിട്ടും. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചോളും. അല്ലാതെ ശശി തരൂരിനെ ഓർത്ത് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വിലപിക്കേണ്ട. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാവി ഓർത്ത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് അണികളും വിലപിക്കണം. ഈ തവണ എ ജി ജോർജ് സാറെ ഒന്ന് ഓർത്തു, ഈ തവണ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ, ഇനിയും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പിന്നെ കോൺഗ്രസിനെ കേരളത്തിൽ ജയിപ്പിക്കാൻ അത്ര എളുപ്പമാവത്തില്ല. 1967 ഇന്ത്യയിലെ കോൺഗ്രസിന് വലിയ ഒരു 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 ദശാസന്ധിയായിരുന്നു. 67 തമിഴ്നാട്ടിൽ ഭരണം നഷ്ടപ്പെട്ടത്. കാമരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടത് 67 67 പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന് നഷ്ടമായി. അപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു. ഇനി ഇതാ 2ാം ഊഴം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം. അതുകൊണ്ട് ശശി തരൂരിനെ പുറത്തു വിടരുത്. ശശി തരൂരിനെ പിടിച്ചു നിർത്താൻ നോക്കണം. കെ സി വേണുഗോപാൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇത്രയും തോറ്റിട്ടും കെ സി വേണുഗോപാൽ ഒന്നുമില്ല. ഈ തോൽവിക്കൊക്കെ കാരണക്കാരാരാ? ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കെ സി വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹമാണ് സീറ്റ് വിതരണം ചെയ്തത്. അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. പരാജയത്തിന് ഉത്തരവാദിത്വം അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറില്ല. ആരേറ്റെടുക്കും? ആരുമില്ല. അപ്പോൾ ശശി തരൂർ ഇത് പറയുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്. നമ്മുടെ പ്രൊഫസർ കെ വി തോമസിനെ ഇറക്കി വിട്ടു. ഇഷ്ടംപോലെ ആൾക്കാരെ ഇറക്കി വിട്ടു, യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ. ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥിതി എവിടെയാണ് എന്ന് ഒരു ആത്മപരിശോധന നൽകുന്നത് എല്ലാ കോൺഗ്രസ്സുകാർക്കും നന്നായിരിക്കും എന്നാണ് എൻ്റെ വിനീതമായ. പ്രൊഫസർ എ ജി ജോർജ്, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജിന് ഈ പറഞ്ഞതുപോലെ ശശി തരൂരിനെ കളയരുത്, കോൺഗ്രസ് ഇതുപോലെ തന്നെ സംരക്ഷിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ശ്രീ എ ജി ജോർജ്, താങ്കളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്കൊക്കെ അറിയാലോ. സതീശനെ നേതാവായി അംഗീകരിക്കാത്ത തരൂർ എങ്ങനെ കോൺഗ്രസിൽ കേരളത്തിൽ തുടരും എന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് ജേക്കബ് ജോർജിനൊരു പ്രശ്നമല്ല. പക്ഷേ ഈ അദ്ദേഹം വി ഡി സതീശൻ കോട്ടിട്ടിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞതും ശ്രീ ജേക്കബ് ജോർജാണ്. ആ കോട്ടിട്ടിരിക്കുന്ന ആളിനെ മാറ്റി നിർത്തിയിട്ട് തരൂർ അവിടെ വരണമെന്ന് പറയുന്ന തരൂരിനെ എങ്ങനെ അവിടെ പിടിച്ചു നിർത്തും? ഇതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. എ ജി ജോർജ്. ശ്രീമാൻ ജേക്കബ് ജോർജ് എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതനാണ്, സഹോദര തുല്യനാണ്. അദ്ദേഹത്തിന് വളരെ നന്നായി ലോക രാഷ്ട്രീയ, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയം, പ്രാദേശിക രാഷ്ട്രീയമൊക്കെ നന്നായി അപഗ്രഥിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഈ പ്രാവശ്യം വളരെ വൈകാരികമായി അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. കാരണം ശശി തരൂരിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതുര്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഔന്നത്യത്തെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല ജേക്കബ് ജോർജെ.
നമ്മളിവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വപൗരത്വം നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അന്ന് ഒന്നാന്തരം ഭംഗിയായി ഇംഗ്ലീഷ് പറയാനും എഴുതാനും കഴിവുള്ള ഒരാളാണ്, പ്രഭാഷകനാണ്. ആ കാര്യമല്ലല്ലോ നമ്മളിപ്പോൾ ഈ വേദിയിൽ ചർച്ച അതായത് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ നേതാവായി ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതാനുള്ള കഴിവും പ്രസംഗത്തിൽ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയുന്ന പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹം നിർത്തിവെക്കണം എന്നാണോ? അങ്ങ് ഏതാണ്ട് ജേക്കബ് ജോർജിന്റെ ഒരു ശൈലിയിലേക്ക് പോകാൻ ഈ കാര്യം പറയുന്ന എല്ലാവരെയും ഇങ്ങനെ അടച്ചാക്ഷേപിച്ചാൽ എങ്ങനെയാണ്? ഞാൻ പറയാത്ത കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ലാല് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നതുമാണ്. പക്ഷേ അതല്ല അതിനകത്ത് കാണേണ്ടത്. ഇവിടെ ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു സംഗതി, കോൺഗ്രസിൻ്റെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്, ഇനിയും ഒരു നഷ്ടം സംഭവിച്ചാൽ എന്നേക്കുമായിട്ടുള്ള നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിനെ ശ്രീ ജേക്കബ് ജോർജ് കോൺഗ്രസിന് അകത്തുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്. കെ എസ് അരുൺകുമാർ നേരത്തെ ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടിയും 2 ദശാബ്ദമായി കോൺഗ്രസ് എവിടെ എന്ന് പറഞ്ഞല്ലോ. അതൊന്നും താങ്കൾ കേട്ടില്ലേ? ലാലെ, ഞാൻ 3 പേർക്ക് മറുപടി പറയേണ്ട ആളാണ്. അപ്പോൾ ഞാൻ ഈ അരുൺകുമാറിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ 2 പേരുടെ കാര്യങ്ങൾക്കും മറുപടി ഉണ്ട്. അതുകൊണ്ട് അങ്ങ് അരുൺകുമാർ പറഞ്ഞതൊന്നും കേട്ടില്ലേ എന്ന് എന്നോട് ചോദിക്കരുത്. എനിക്ക് 3 പേർക്കെതിരായി സംസാരിക്കണം. പറഞ്ഞോളൂ. എതിരായി എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിനുള്ള മറുപടി കൊടുക്കണം. ഇവിടെ ഞാൻ ജേക്കബ് ജോർജ് ഒടുവിൽ പറഞ്ഞ ആളായതുകൊണ്ടും പെട്ടെന്ന് അതിന് തക്കതായിട്ടുള്ള എൻ്റെ പ്രതികരണം നൽകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് മുൻഗണന കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ ഇനിയുമുള്ള ഭാവി ഒരു 3ാം വട്ടവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നേക്കുമായി ഏതാണ്ട് അസ്തമിക്കുന്ന രീതിയിലേക്ക് പോകും. എന്നാൽ കൂട്ടത്തിൽ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്, ഈ ശശി തരൂർ യാതൊരു കാരണവശാലും കോൺഗ്രസിൽ വിട്ടുപോവുകയില്ല എന്ന് പറയുന്നു. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അഥവാ ഈ പറയുന്ന ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോയാലും അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടു പോകില്ല. കോൺഗ്രസിന് അദ്ദേഹത്തെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കുമോ? ഇതാണ് ചോദ്യം. ഡോക്ടർ ലാലെ, അങ്ങ് KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന ഈ കഴിഞ്ഞ 2 മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയത് അങ്ങ് കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ, ശശി തരൂര് ഒരു കാരണവശാലും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയില്ല. അതോടൊപ്പം തന്നെ എല്ലാവരും ഒരുപോലെ പോലെയല്ല KC വേണുഗോപാൽ പറയുന്നത്, അദ്ദേഹം പറയുന്നത് പോലെയല്ല മറ്റു നേതാക്കൾ. ലാലിന് ഈ പറഞ്ഞ നേതാക്കൾ ആരെങ്കിലും പറഞ്ഞതായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ശശി തരൂരിൻ്റെ എതിരായി കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുകയോ അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം ചോദിക്കുമെന്നോ പറഞ്ഞതായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതായിട്ട് ലാലിന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇന്നിപ്പോ വിശദീകരണം ചോദിക്കാൻ പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയായില്ല എന്ന് പറഞ്ഞ നേതാക്കൾ. അതെ, അത് തന്നെയാണ് ശരി. ആ കാര്യത്തിൽ വളരെ ഒരു സംശയവും വേണ്ട. അദ്ദേഹം പറഞ്ഞ വിശദീകരണം ചോദിച്ചു നോക്കൂ. ലാലെ, 2 കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ആഭ്യന്തരമായി കോൺഗ്രസ് പരിശോധിക്കേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞ ഒരു വാക്യം അങ്ങ് ശ്രദ്ധിച്ചോ എന്നറിഞ്ഞുകൂടാ. അതായത് കോൺഗ്രസിനകത്ത് ഒരു പ്രൊവോക്കേഷൻ, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് തന്നെ അത് നല്ലതായി ഭവിക്കും എന്ന രീതിയിലാണ് സുധാകരൻ അതിനോട് പ്രതികരിച്ചത്. ഇത് നാട്ടുകാരറിയാൻ പാടില്ല. കോൺഗ്രസിനകത്ത് സതീശനും സുധാകരനും ഒക്കെ ഇരിക്കുമ്പോൾ പറയണം, സതീശനോട് പറയാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സതീശൻ നിയന്ത്രണം പാലിക്കണം, നേതാക്കൾ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് സുധാകരൻ കരുതുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സതീശനെയും സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ 3 തട്ടുകളിൽ നിർത്തിക്കൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യോഗം ഒരുമിച്ചിരുന്ന് കൂടാൻ പറ്റാത്തതിന് സാഹചര്യം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും എന്നേക്കുമായി നിഷ്ക്രമിച്ചു പോയില്ലല്ലോ. ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ചില ശതമാന കണക്കൊക്കെ പറഞ്ഞു. അദ്ദേഹം ഏതാണ്ട് 10-15 കൊല്ലം മുമ്പുള്ള ചില ശതമാന കണക്കുകളാണ് പതിവ് പോലെ അവതരിപ്പിച്ചത്. വിഷയദാരിദ്ര്യം കൊണ്ടായിരിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം നടന്ന ഇവിടുത്തെ പാർലമെന്റ് ഇപ്പൊ എന്നെ സംസാരിക്കാൻ ബോധപൂർവം അനുവദിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഇടപെട്ടാൽ എൻ്റെ ആ ഒഴുക്കങ്ങ് പോകും. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് അങ്ങും എന്നെ പോലെ ഒരു കോളേജ് അധ്യാപകനാണല്ലോ. ഈ തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. പറഞ്ഞു തീർന്നതിന് ശേഷം അങ്ങേക്ക് കമൻറ്റ് ചെയ്യാമല്ലോ, മറ്റുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം.
ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ വളരെ ശക്തമായി ചില പഴയ വോട്ടിൻ്റെ ശതമാനം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന UDF കിട്ടിയതായ വോട്ടിൻ്റെ ശതമാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു കണക്കും പറയാനില്ലല്ലോ. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നാട് മുഴുവൻ ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഇതുപോലെയുള്ള കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണോ പ്രസംഗിച്ചതെന്നുള്ളത് ബഹുമാനപ്പെട്ട അരുൺകുമാർ ഒന്ന് മറുപടി പറയണം. നിങ്ങൾക്ക് എന്നാണ് ഈ ശശി തരൂരിൻ്റെ കണക്ക് വേദവാക്യമായി മാറിയത്? അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയും ശശി തരൂർ ആധാരമാക്കിയ സ്ഥിതിവിവര കണക്കുകളും ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ അരുൺകുമാർ എറണാകുളത്തായതുകൊണ്ട് അദ്ദേഹം അവിടെ നടന്നതായിട്ടുള്ള മീറ്റിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്ത വിവരണമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ശശി തരൂർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ 2024 ശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ പറയുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ കോൺഗ്രസിനായിട്ടുണ്ടോ? ഈ പറയുന്ന ഡൽഹിയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഒക്കെ അതിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചല്ലല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കിടക്കരുത്. അല്ല, ഇത് രണ്ടും കൂടെ അപ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടതായിട്ട് വരും. ജേക്കബ് ജോർജിനോടും അരുൺകുമാറിനോടും ചോദിക്കണം. കോൺഗ്രസ് പലയിടത്തും പരാജയപ്പെട്ടു, രാഹുൽ ഗാന്ധി എവിടെ നിന്ന് വന്നതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ എവിടെ പോയി? അതെന്താ കാണാതെ പോകുന്നത്? സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റൊരാളുടെ കണ്ണിലെ കരടെടുക്കാനെന്ന് ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജിനെങ്കിലും അറിയാൻ. ഞങ്ങൾ രണ്ടും പിൻപറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതല്ല ഇവിടെ പറഞ്ഞല്ലോ, അങ്ങാണല്ലോ പറഞ്ഞത്. പഞ്ചാബിലെ കാര്യവും പിന്നെ ഹരിയാനയിലെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എനിക്കത് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. അങ്ങ് തന്നെ ഒരു വഴിയൊരുക്കിയിട്ട് ഇവിടെ അരുൺകുമാർ പറഞ്ഞത് എന്തായാലും ശശി തരൂർ ഇനിയും കോൺഗ്രസിനകത്ത് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ജേക്കബ് ജോർജ് പറയുന്ന അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോവുകയില്ല. ഇതിൽ ഏതാണ് ശരി? രണ്ടും ശരിയല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശശി തരൂരിന് ഉൾക്കൊള്ളാനാകുന്നതാണ്, പക്ഷെ കോൺഗ്രസിന് സാധിക്കില്ലല്ലോ. അത് പറയുന്ന ശശി തരൂരിനെ എങ്ങനെ നിങ്ങൾ നേതാവായി കൊണ്ടു നടക്കും? അല്ല, ഇപ്പോഴത്തെ ഭരണപക്ഷം ഇങ്ങനെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ വലയുമായി കാത്തിരിക്കുകയാണ്. വരുന്നെങ്കിലാകട്ടെ, നമ്മൾ ഡോക്ടർ ഷരീനെ പിടിച്ചതുപോലെ, പാലക്കാട്ട് നിന്ന് പിടിച്ചതുപോലെ നമുക്ക് കിട്ടുമെങ്കിൽ ശശി തരൂരിനെയും പിടിക്കാം. അതിൻ്റെ സൂചനയാണല്ലോ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞല്ലോ. എന്താണ്? ശശി തരൂർ ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് പാർട്ടി വിട്ടാൽ അദ്ദേഹം അനാഥനാവുകയില്ല എന്ന് പറഞ്ഞത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, പച്ചയ്ക്ക് ഡോക്ടർ ലാലിനോടും എൻ്റെ സഹപാനലിസ്റ്റിനോടും ചോദിക്കട്ടെ, ഡോക്ടർ ശശി തരൂരിനെ ഈ അവസ്ഥയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു അംഗമായി സ്വീകരിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമോ? ഉത്തരം പറയണം. അല്ല, പറഞ്ഞല്ലോ ഡോക്ടർ തോമസ് ഐസക് എന്താണ് പറഞ്ഞത്? ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ഈ ഡോക്ടർ ശശി തരൂരിനെ CPM-ലേക്ക് എടുക്കാം എന്നാണോ? ഇപ്പോൾ പ്രൊഫസർ AG ജോർജിൻ്റെ സംശയത്തിന് ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകാം ഈ ഘട്ടത്തിൽ. എന്താണ് മറുപടി? അല്ല, ഇദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണല്ലോ. നന്നായി സംശയം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസിൽ സംശയം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സംശയം ചോദിക്കുന്നവരെ ആ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. അപ്പം ഞാൻ ആദ്യം അവസാനത്തെ 20 വർഷത്തെ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ 2006 98 സീറ്റാണ് LDF ഉണ്ടായിരുന്നത്, UDF 57. അതുപോലെ 2011 ആയപ്പോൾ അത് 68-72. അതായത് വലിയ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുന്നു. കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോഴും 2 സീറ്റ് വ്യത്യാസമാണ് കിട്ടിയത്. 2016 ആയപ്പോൾ LDF 91, UDF 47. 2021 ആയപ്പോൾ LDF 99, UDF 41. അതായത് 20 വർഷത്തിനിടയിൽ നടന്ന 4 തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാൾ LDF 41 സീറ്റ് കൂടുതൽ. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വ്യത്യാസം 2 സീറ്റ് മാത്രം. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാൾ 44 സീറ്റ് LDF കൂടുതൽ. നാലാമത്തെ ഏറ്റവും ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാൾ ഇരട്ടിയിലധികം 58 സീറ്റ് കൂടുതൽ LDF. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു തരംഗം വരുന്നത് എന്നതാണ് ചോദ്യം.
അത് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു, പശ്ചാത്തല വികസന രംഗത്ത് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കേരളത്തിന്റെ മുഖം മാറുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് UDF-ന്റെ കൺവീനർ തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചാൽ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് കിട്ടുന്ന ലൈഫ് മിഷൻ വരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരുന്നോളാൻ കേരളത്തിന്റെ ജനത പറയുമല്ലോ. ആ പറഞ്ഞ സാഹചര്യമാണ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച കിട്ടിയത്. ഇവിടെ ഈ 38% വോട്ട് അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടുമ്പോൾ അതിൽ പകുതിയിലധികം ലീഗിന്റെയാണെന്ന് ലീഗ് ക്ലെയിം ചെയ്യുന്നു. ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം 4 അവസാന തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് 5. ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് വ്യത്യാസം പോയി ലീഗ് 1ാം പാർട്ടിയാവുന്നു ലീഗ് തന്നെ ക്ലെയിം ചെയ്യുന്നു. അപ്പൊ അടിത്തറ നഷ്ടപ്പെടുന്ന കോൺഗ്രസിന്റെ സാഹചര്യം ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ ആ കുട്ടി ക്ലാസ്സിന് പുറത്ത്, അധ്യാപകൻ തന്നെ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിൽ ചെവിക്ക് പിടിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്താക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ അത് കണക്ക് വെച്ച് പറയുമ്പോൾ ഇതിനെ എത്ര നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അടിത്തറ ഒലിച്ചു പോകുന്നത് കാണാൻ ഒന്ന് നോക്കുക. പിന്നെ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 123 സീറ്റിലും കോൺഗ്രസ് ലീഡ് ചെയ്തു. ഞങ്ങൾ വെറും 17 സീറ്റിലാണ് ലീഡ് ചെയ്തത്. മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 91-ൽ നിന്ന് ഞങ്ങൾ 99ആയി മാറി. 123 സീറ്റിൽ ലീഡ് ചെയ്ത നിങ്ങളാണ് വെറും 41 സീറ്റിലേക്ക് ചുരുങ്ങിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 117 സീറ്റിൽ നിങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുമ്പോൾ നമുക്കറിയാം ലോക്സഭയുടെ സാഹചര്യം വേറെ, നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വേറെ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ശ്രീ തോമസ് ഐസക് പറഞ്ഞ കാര്യം, ഞങ്ങളിപ്പോൾ വലിയ 99 സീറ്റ് കിട്ടി കേരളം ഭരിക്കുമ്പോഴും ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം 46.3 ഒരിക്കൽ പോലും 50% അപ്പുറത്തേക്ക് ഇടതുപക്ഷം പോയിട്ടില്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ജനങ്ങളോട് സംവദിക്കുന്നത്, ഓരോ ദൈനംദിന പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇടപെടുന്നത് കൂടുതൽ ആളുകളെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വിരുദ്ധ രാഷ്ട്രീയ ചേരിയായിരിക്കാം, പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തെന്നി മാറി നിൽക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടില്ലാത്തവരായിരിക്കാം. അവരെയെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആകർഷകരായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. അങ്ങനെ വരുന്നവരെ ദൃഢീകരിച്ച് ഉറച്ച സഖാക്കളാക്കി മാറ്റാനുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കും. അപ്പൊ പാലക്കാട് സരീൻ വരും, മറ്റു ജില്ലയിൽ മറ്റു പലരും വരും. ഇപ്പൊ ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യോജിക്കാൻ തയ്യാറായേക്കും, ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായേക്കും. അദ്ദേഹം പുറത്തു വന്നാൽ അനാഥനാകില്ലെന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ സംഘടനയെ വിപുലീകരിക്കാനും ആ വിപുലീകരണത്തിന്റെ ഭാഗമായി വരുന്നവരെ ദൃഢീകരിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൃഢീകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നതും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഞങ്ങൾക്ക് കിട്ടുന്നതും. അല്ലാതെ ഒരുമിച്ചിരുന്ന് ഒരു യോഗം കൂടാൻ പോലും പറ്റാതെ, ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെയും തിരിച്ച് അഡ്രസ്സ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് ചെയ്യുകയല്ല, മറിച്ച് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മേശക്കിരുന്ന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് LDF ശരിയായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ പാർട്ടി സമ്മേളനത്തിലൂടെ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം ഉണ്ട്, പാർട്ടി കോൺഗ്രസ് വരുന്നു ഏപ്രിലിൽ. അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. അപ്പോൾ വലതുപക്ഷത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തെ, രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ശരിയായ നിലപാട് ശരിയായ സമയത്തെടുക്കും. ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞത് അദ്ദേഹം ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ അനാഥനാകില്ല എന്നാണ്. അതാണ് ഇപ്പോഴത്തെ നിലപാട്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ലീഗിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പോയല്ലോ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ലീഗ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കോൺഗ്രസ് ഇത് വളരെ ഗൗരവമായി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം, നേതൃപ്രശ്നം പരിഹരിക്കണം, നേതാക്കൾ തമ്മിലുള്ള അടി പരിഹരിക്കണം എന്ന് തന്നെയാണ്. നമ്മൾ ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു മറ്റൊരു അഭിമുഖവും താങ്കളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ഈ ലീഗിൻ്റെ നേതാവ് മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പാണക്കാട് തങ്ങൾ പറയുന്നത് എന്താണ് നമ്മൾ കേട്ടതാണ്. ഈ നേതൃപ്രതിസന്ധിയുള്ള, തരൂർ പറയുന്ന നേതൃപ്രതിസന്ധിയുള്ള കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് അങ്ങ് അതിൽ തർക്കിച്ചു നിന്നോളൂ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയാൻ ലീഗ് മടിക്കില്ല. 5 ദിവസങ്ങൾക്ക് മുമ്പ് തമാശയായിട്ടാണ് പറഞ്ഞതെന്ന് അവർക്ക് പറയാനായെങ്കിൽ ഇനി അവർ അല്പം ഗൗരവത്തിൽ തന്നെ പറയാൻ തയ്യാറാകുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നത് UDF-നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് കൂടി കോൺഗ്രസ് ആലോചിക്കണ്ടേ? അല്ല, എനിക്ക് ഒരു സങ്കടം, AG ജോർജ് സാർ എൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കണക്കിൽ പെടുത്തി എന്നുള്ളതാണ്. എൻ്റെ സാറേ, ഞാൻ
മാതൃഭൂമി പോലെയൊരു പത്രത്തിൽ ദീർഘകാലം കറസ്പോണ്ടൻ്റായിട്ടും സബ് എഡിറ്ററായിട്ടും ജോലി ചെയ്തയാളാണ്. അവിടെ അങ്ങനെ രാഷ്ട്രീയം പറ്റുന്ന സ്ഥലമല്ല. പിന്നെ ഇന്ത്യ ടുഡേയിലാണ്. ഒരിക്കലും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. മാതൃഭൂമിയിൽ ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും രാഷ്ട്രീയം കളിക്കത്തില്ല. നമ്മുടെ മനസ്സിലൊക്കെ രാഷ്ട്രീയം കാണും, പക്ഷെ നമ്മൾ ഒരിക്കലും അത് പുറത്തെടുക്കത്തില്ല. ഇന്ത്യ ടുഡേയിൽ അത് ചിലവാകത്തില്ല, നടക്കുകയില്ല. അത് അങ്ങേക്ക് അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കും. കോളേജ് അധ്യാപകർക്ക് രാഷ്ട്രീയം കളിക്കാം, പക്ഷേ കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് അങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നവരല്ല. ഞാൻ കേരള സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു പത്രപ്രവർത്തക യൂണിയൻ്റെ. എനിക്കറിയാം കേരളത്തിലെ പത്രക്കാരെ ഓരോരുത്തരെയും അറിയാമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ പത്രക്കാരൊന്നും രാഷ്ട്രീയം കളിക്കുന്നവരല്ല. ഞാൻ ഒരിക്കലും അല്ല, ആദ്യമേ പറയട്ടെ. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ സുഹൃത്തുക്കളിൽ കൂടുതൽ പേരും കോൺഗ്രസ്സുകാരാണ്. ആര്യാടൻ മുഹമ്മദ് മുതൽ കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി മുതൽ എത്രയെത്ര പേരാ കോൺഗ്രസ് നേതാക്കന്മാർ, ഭരണാധികാരികൾ, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരുന്നവർ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എനിക്കിച്ചിരി വിഷമിച്ചു പോയി സാർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നീട് സാർ തന്നെ പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ കാര്യം ലാൽ തന്നെ ചൂണ്ടിക്കാട്ടി. ഞാൻ പറയട്ടെ, ഈ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ലീഗിനെ പിടിക്കാൻ കോൺഗ്രസ് ലീഗിനെ ഇതുപോലെ ശശി തരൂരിനെ മൂലയ്ക്ക് തള്ളിയിട്ടത് മാതിരി അധികാരം കൊടുക്കാതെ ഇട്ടപ്പോൾ EMS നമ്പൂതിരിപ്പാടാണ് കോഴിക്കോട്ട് പോയി എനിക്ക് ആ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് രാത്രി ചർച്ച നടത്തി. ബാബാ ഹാജിയല്ല അവിടെ ചർച്ച നടത്തി. മുസ്ലിം ലീഗിനെ ബാഫയ്ക്ക് ഇതൊക്കെ ലീഗിൻ്റെ നേതാക്കന്മാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി ഭരണം പിടിച്ചെടുത്തത്. EMS നമ്പൂതിരിപ്പാട് കോഴിക്കോട്ട് പോയിട്ടാണ് ഭരണം പിടിച്ചെടുക്കൽ. അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് പിന്നീട് അതേ ലീഗിനെ കെ കരുണാകരൻ 67-69 കാലഘട്ടത്തിൽ തിരിച്ചു പിടിച്ചു. എന്നിട്ട് ലീഗിനെ CPI തിരിച്ചു പിടിച്ചു, CPI കയ്യിലെടുത്തു. എന്നിട്ട് CPI കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ചു. എം.എൻ. ഗോവിന്ദൻ നായരൊക്കെ കൂടി CPM-നെതിരെ നീങ്ങി. അതൊക്കെ ചരിത്രമാണ്. എന്ത് സുന്ദരമായ രാഷ്ട്രീയ ചരിത്രം! കേരളത്തിൽ 2 ഐക്യമുന്നണികൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വളർന്നു വരുന്ന ചരിത്രമാണ്. അതിമനോഹരമായ ഐക്യമുന്നണി ചരിത്രമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. ഇവിടെ മുന്നണി നേതാക്കൾ ജോസ് കെ മാണിയെ പറഞ്ഞു വിട്ടത് മാതിരി KP അനിൽകുമാറിനെ പറഞ്ഞ നീ വിൽക്കോ, നീ ഇവിടെ നിൽക്കണ്ട, കോൺഗ്രസിൽ നിനക്ക് സ്ഥാനമില്ല, പ്രൊഫസർ KV തോമസിനെ ഓടിച്ചു വിട്ടത് മാതിരി ഉള്ള രാഷ്ട്രീയം ഇതായിപ്പോൾ ശശി തരൂരിനെ ഓടിച്ചു വിടാൻ പോകുന്നു. KC വേണുഗോപാൽ പറയുകയാണേ, ഞാനത് പറയുന്നില്ല. KC വേണുഗോപാലിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് KC വേണുഗോപാൽ ചെയ്തു കൊടുത്ത സംഭാവന എന്താണ്? ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി KC വേണുഗോപാൽ ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ്? ഒരു ഉപന്യാസം എഴുതാവുന്നതാണ്. ലാലേ, ആരെയും കൊണ്ടെങ്കിലും ഒരു ഉപന്യാസം എഴുതിപ്പിക്കണം, ശരിക്കും പഠിച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രബന്ധം. ഇപ്പോൾ ലാലിന് കുറേ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലേ കാര്യവട്ടത്ത് ക്യാമ്പസിൽ. ആ നല്ലൊരു പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് നല്ലൊരു രാഷ്ട്രീയ പ്രബന്ധം ഉണ്ടാക്കാവുന്നതാണ്. ചരിത്രം, കഴിഞ്ഞ 10-15 വർഷത്തെ ചരിത്രം, കോൺഗ്രസിൻ്റെ ചരിത്രം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം, പരാജയത്തിൻ്റെ തുടരൻ കഥകളാണ് ജോർജ് സാറേ. അറിയാമല്ലോ, ഞാൻ മനസ്സ് നൊന്ത് തന്നെയാണ് ഈ പറയുന്നത്. മനസ്സ് നൊന്താണ് പറയുന്നത്. സാറ് പറയുന്ന പോലെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നേർചിത്രമാണ് സാർ. ആ ചിത്രം കേരളത്തിലും വരാൻ പോവുകയാണ്. ആരാണ് കൊണ്ടിരുന്നത്? കഥാനായകന്മാരുടെ പേരറിയാമല്ലോ. ആര് പോയാലും വേണ്ടുകയില്ല എനിക്ക് ജയിക്കണം. ജോർജ് സാർ പറയുന്നത് കോൺഗ്രസ് തോറ്റാലും വേണ്ടുകയില്ല, തരൂർ വേണമെങ്കിൽ പുറത്തു പൊയ്ക്കോട്ടെ എന്നാണ്. അതാണ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ബാധ. അത് ബാധ തന്നെയാണ്, സംശയമൊന്നുമില്ല ജോർജ് സാറേ, ഓർത്തോ. ശരി, ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പഴയ കേരളമല്ല, പഴയ കോൺഗ്രസ് അല്ല, പഴയ ഇടതുപക്ഷമല്ല, പഴയ രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന്. അതുകൊണ്ടാണ് പഴയ പല പേരുകളും ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പണ്ട് കേട്ടിരുന്ന പേരുകളൊക്കെ ഇപ്പോൾ ഇപ്പുറത്തേക്ക് ഓടുന്നു. അതുകൊണ്ട് ശ്രീ ജേക്കബ് ജോർജ് വിഷമിക്കേണ്ട. താങ്കളെ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ശ്രീ പ്രൊഫസർ AG ജോർജ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല. സഖാവ് ശശി തരൂർ ആകാൻ അപ്പുറത്ത് ആൾ നിൽക്കുന്നു എന്ന് ശ്രീ AG ജോർജ് വിഷമിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വിഷമിക്കേണ്ടതില്ല. തൽക്കാലം ഇന്നത്തെ കേരള രാഷ്ട്രീയം
ഇതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രൊഫസർ എ ജി ജോർജ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ ശശി തരൂരിനോടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ തമ്മിൽ അടികൂടേണ്ട ആവശ്യമില്ല. തരൂരിൻ്റെ അടുത്തുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് ജേക്കബ് ജോർജിനെയോ കെ എസ് അരുൺകുമാറിനെയോ താങ്കളൊന്നും പറയേണ്ടതില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ നേതാവാകാൻ ആളുകളില്ല എന്ന് പ്രവർത്തകർ പറയുന്നു എന്നാണ് തരൂർ പറയുന്നത്. അതൊരു പ്രശ്നമാണോ? ലാലെ, ഞാൻ അരുൺകുമാറിനെയും ജേക്കബ് ജോർജിനെയും എതിരായിട്ടല്ല പറയുന്നത്. അവർ പറയുന്ന അഭിപ്രായങ്ങൾക്കെതിരായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. വ്യക്തിപരമായി എനിക്കും അവരൊക്കെ ആരും ഒരു തരത്തിലുള്ള അകൽച്ചയോ ബന്ധമില്ലായ്മയല്ലോ. എനിക്ക് ശ്രീ ജേക്കബ് ജോർജിനെ മാതൃഭൂമിയിൽ ഇരുന്ന കാലം മുതൽ ഒരു 2-3 ദശാബ്ദങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. അരുൺകുമാറുമായും പലവട്ടം ചർച്ചയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. എനിക്ക് ആ 2 വ്യക്തികളെയല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്ന ഞാൻ പറഞ്ഞതിലേക്ക് വരിക, അത് പറയാതെ പോകുന്നില്ല. ആദ്യമായിട്ട് അരുൺകുമാർ നടത്തിയ ഒരു സമീകരണം ശരിയല്ല, ഒരു സാദൃശ്യം ശരിയല്ല. ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തേക്ക് അയക്കുന്ന അധ്യാപകനാണോ യഥാർത്ഥ അധ്യാപകൻ എന്നുള്ള അർത്ഥം വരുന്ന ഒരു സമീകരണം നടത്തി. എൻ്റെ അരുൺകുമാറെ ശശി തരൂരിനോട് പുറത്തു പോകാൻ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ താങ്കളുടെ സാദൃശ്യം തന്നെ അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹത്തോട് പുറത്തു പോകാൻ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ശശി തരൂർ പറയുന്ന കാര്യങ്ങൾക്ക് വിലയില്ല. ശശി തരൂരിനെ പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പരാതികൾക്ക് വില കൽപ്പിക്കുന്നില്ല. അദ്ദേഹത്തിനെ ഇനി പുറത്താക്കിയാൽ മാത്രം മതി. പിന്നെന്താണത്? ലാലെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 15 വർഷത്തെ അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതത്തിൽ നെഞ്ചിൽ കൈവച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എന്ന്? ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കൊടുത്തു എന്ന് പറയുന്നത്? ലാലെ, നമ്മൾ നടന്നു വന്ന വഴികൾ മറക്കരുത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ശരി, നടന്നു വന്ന വഴികൾ മറക്കരുത്. അതിൽ ശശി തരൂർ പറയുന്നത് അദ്ദേഹത്തെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പല വാഗ്ദാനങ്ങളും കൊടുത്താണ് കൊണ്ടുവന്നത് എന്നാണ്. സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, രമേശ് ചെന്നിത്തല ആ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചല്ലോ. അദ്ദേഹത്തെ ഇവിടെ പാർലമെൻറ്റിൽ അംഗമാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് അതിപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പിൻ്റെ സ്ഥാനമല്ലേ, ചാർജല്ലേ കൊടുത്തത്? അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ എത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പങ്കെടുത്തത്? ഒരൊറ്റ ദൃഷ്ടാന്തമെങ്കിലും ശശി തരൂരിനെ ഏതെങ്കിലും തരത്തിൽ മാനസികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേദനിപ്പിച്ചു എന്ന് പറയാൻ ഒരു ഉദാഹരണം പറയാനുണ്ട്. അതാണ് ഇപ്പോൾ പഴയ പ്രതാപം പറയുന്നു, പഴയ മേൽക്കോയ്മകളൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. അതല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ. കോൺഗ്രസ് മാറുമ്പോ ശശി തരൂരിന്റെ ബുദ്ധി കൂടി ഉപയോഗിക്കണ്ടേ? ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച കഥ അദ്ദേഹത്തിന് പറയാനുണ്ട്. അത് കോൺഗ്രസിന്റെ സഹായം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴികളുണ്ട്. ജനാധിപത്യ സംവിധാനം അനുസരിച്ച് അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് പോലും മത്സരിച്ച് അദ്ദേഹം സാമാന്യം ഭേദപ്പെട്ട വോട്ട് വാങ്ങിച്ച ഒരാളാണല്ലോ. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രതികാരം കാണിക്കുന്നുണ്ടോ? അല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അദ്ദേഹത്തിന് നാളിതുവരെ കോൺഗ്രസ് പാർട്ടി വളരെ കാര്യമായ അംഗീകാരവും അദ്ദേഹത്തിന്റെ ബൗദ്ധിക നിലവാരത്തിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെടുത്തു. ഈ പ്രവർത്തക സമിതി എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ വെറും ഒരു ആൾക്കൂട്ടമായി മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് താങ്കളുടെ അഭിപ്രായമാണ്, എന്റെ അല്ല. ശശി തരൂർ അല്ലല്ല, അങ്ങനെ തരൂര് ആ തരത്തിൽ ഖണ്ഡിതമായി പറയണമെന്നുണ്ടെങ്കിൽ ധാർമ്മിക ബോധമുള്ളവരാണെങ്കിൽ അദ്ദേഹം MM ഹസൻ പറഞ്ഞതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം അത് പറയാൻ. ആൾക്കൂട്ടമാണ് എന്ന് അദ്ദേഹത്തിന് പറയുമെങ്കിൽ അദ്ദേഹവും ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നു. അതാണ് ഒരു യഥാർത്ഥത്തിൽ അച്ചടക്കമുള്ള ഒരു പാർട്ടി. അരുൺകുമാർ, അപ്പോൾ ഈ അച്ചടക്കമില്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശശി തരൂരിന് അധികം അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങളൊക്കെ വിലയിരുത്തുന്നത്? അല്ല, ഇപ്പോൾ ഈ കേരളത്തിൽ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റത്തെ ഇന്റർനാഷണൽ കണക്കുകൾ വച്ചുകൊണ്ട് ഇന്നതാണ് ശരി എന്ന് പറഞ്ഞതാണോ അദ്ദേഹത്തിന്റെ അച്ചടക്ക ലംഘനം? 2 മിനിറ്റിനുള്ളിൽ ഈ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം വന്നു, അത് വളരെ പ്രതീക്ഷാനിർഭരമാണ്, ആശാവഹമാണ് എന്ന് പറഞ്ഞതാണോ അദ്ദേഹം നടത്തിയ അച്ചടക്ക ലംഘനം? അതുപോലെ 3,46,000 പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ വന്നു. അത് വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് പറഞ്ഞതാണോ അദ്ദേഹം വലിയ അച്ചടക്ക ലംഘനം? കോൺഗ്രസിൽ ഇപ്പോൾ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചതാണോ അച്ചടക്ക ലംഘനം? അതുപോലെ തന്നെ ഇങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന് ഒരു ചൂണ്ടിക്കാണിക്കൽ നടത്തിയതാണോ അച്ചടക്ക ലംഘനം?
രണ്ട് ലേഖനം എഴുതിയത് അച്ചടക്ക ലംഘനം. അത്തരം അച്ചടക്ക ലംഘനം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന, ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ പുറത്താക്കുന്ന സമീപനം അടുത്ത കാലത്ത് നിരവധി കോൺഗ്രസിൽ വന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചല്ലോ എന്താണ് മാണി കോൺഗ്രസ് പോകാൻ കാരണം. പല സമുന്നതര നേതാക്കന്മാർ കഴിഞ്ഞ അടുത്ത കാലത്ത് വിട്ടുപോരാൻ കാരണം എന്താ? ലതിക സുഭാഷ് അടക്കമുള്ള നേതാക്കന്മാർ തലമുണ്ടനം ചെയ്ത് വളരെ വിഷമിക്കുന്ന മുഖത്തോടെ ആ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടുപോകുന്നില്ലേ? അങ്ങനെ വിട്ടുപോകുന്നപ്പോഴും കൂടിയല്ലേ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഇടതുപക്ഷം കുതിച്ചു മുന്നേറിയപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ അന്ന്. വലിയ തരത്തിൽ വികസന അജണ്ട മുന്നോട്ട് വെച്ച് അത് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോഴും ഈ കേരളത്തിലെ കൃത്യമായി ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്തല്ലേ. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ശത്രുക്കളായി കാണുന്ന നിലപാട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെല്ലാം ഇവരുടെ ശത്രുക്കളാണ്. ഇന്ന് ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകൻ വളരെ സൗമ്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. മറ്റ് ചർച്ചകളിൽ വരുന്ന കോൺഗ്രസ് പ്രതിനിധികൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ് ആട്ടുന്നത്. കാരണം തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ നിങ്ങൾ ചെയ്യുന്നു തെറ്റാണെന്നോ വിമർശിക്കാൻ പാടില്ല. ആ വിമർശനം ചൂണ്ടിക്കാണിച്ചാൽ അവരെല്ലാം വലിയ തരത്തിൽ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ധാർഷ്ട്യവും വികസന വിരുദ്ധ നിലപാടും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വ്യാജമായി തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ഇടപെടലുകളും എല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട്. വലിയ പടുകുഴിയിലേക്ക് രാജ്യം ഭരിച്ച പാർട്ടി, രാജ്യത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു, നിരവധി സംസ്ഥാനങ്ങൾ ഒരേ സമയത്ത് ഭരിച്ച പാർട്ടി അധംപതിച്ചു പോകുന്ന കാഴ്ച പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ അകത്തു നിന്നും UDF ഘടകകക്ഷികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത് വളരെ സസൂക്ഷ്മം ജനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഒരുപക്ഷെ ശശി തരൂരൊക്കെ ഇപ്പോൾ പറയുന്നതും അത് തന്നെയാണ്. നേതാക്കൾ ഒരുപാട് പേരുണ്ട്, പേരുകൾ പറയാൻ VD സതീശനുണ്ട്, ചെന്നിത്തലയുണ്ട്, സുധാകരനുണ്ട്, മുരളീധരനുണ്ട്, മറ്റു പേരുകളൊക്കെ നമുക്ക് അവിടെ ചൂണ്ടിക്കാട്ടാം. പക്ഷെ അതല്ല ശശി തരൂർ ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലെ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഇന്നത്തെ ഒരു പ്രൊഫഷണൽ സമീപനം, ഇന്നത്തെ കേരളത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ആ മാറ്റത്തെ കാണാനും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് അതിനോട് സഹകരിക്കാനും പറ്റുന്ന ഒരു മനോഭാവം, പുതിയ യുവതലമുറയ്ക്ക് യോജിച്ച രീതിയിലുള്ള, അവർക്ക് സ്വപ്നം നൽകാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയം, അത്തരമൊരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഭാഷ, ശരീരഭാഷ ഉൾപ്പെടെ അങ്ങനെയുള്ള നേതാക്കൾ എവിടെ കോൺഗ്രസിൽ എന്ന് ചോദിക്കുമ്പോൾ ദാരിദ്ര്യമുണ്ടല്ലോ. അതല്ലേ ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്? അല്ല ഡോക്ടർ ലാലെ, ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ എന്താണ് പങ്ക്, എന്താണ് റോൾ? അദ്ദേഹം നമ്മുടെ KPCC ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിലെ ഒരു കസേര ചോദിച്ചിട്ട്, പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ എന്ന് ഓർക്കണം ലാലേ. ആ ശശി തരൂർ, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ KPCC ആസ്ഥാനത്തൊരു കസേര ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. 3 വർഷമായി. 3 വർഷമായി അദ്ദേഹം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത്. 3 വർഷം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ റെഡ്ഡി ഉണ്ടല്ലോ, രാജശേഖർ റെഡ്ഡി, അദ്ദേഹം രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജഗ്മോഹനും രാജശേഖർ റെഡ്ഡിയുടെ YSRൻ്റെ ഭാര്യയും കൂടി സോണിയാഗാന്ധിയെ കാണാൻ പോയി. ഒരു കൂടിക്കാഴ്ച കൊടുത്തില്ല. അറിയാമോ, ഡൽഹിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരു കൂടിക്കാഴ്ച കൊടുത്തില്ല. ഡൽഹിയിൽ YSRൻ്റെ മകനും ഭാര്യയ്ക്കും 2 ദിവസം അവിടെ കാത്തു കിടന്നു ആന്ധ്രാഭവനിൽ. 2 ദിവസം കാണാതെ മടങ്ങി. ജഗ്മോഹൻ മുഖ്യമന്ത്രിയായി നമുക്കറിയാമല്ലോ ചരിത്രം. ഇന്ന് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിനെ കാണാൻ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റിയില്ല. ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്തവർ തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകും. ജോർജ് സാറേ, കോൺഗ്രസ് നേതാക്കന്മാരോടാണ് ഞാനിത് പറയുന്നത്. ഓർക്കണം, കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. കേരളത്തിലും ഇങ്ങനെ നേതാക്കന്മാരെല്ലാം ശശി തരൂരിനെതിരെ പറയാൻ മിടുക്ക് കാട്ടുകയാണ്. പക്ഷേ ഞാനൊന്നും പറയുന്നില്ല, ഇതൊക്കെ അപകടത്തിലേക്കാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിന് അപകടം വരരുത്
കേരളത്തിൽ കോൺഗ്രസ് പതറരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജോർജ് സാറേ, ഞാൻ ഇടതുപക്ഷക്കാരനൊന്നും ആയിട്ടല്ല, ശരിക്കും മനസ്സ് നൊന്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. യെസ്, എന്തായാലും ശശി തരൂർ കോൺഗ്രസിനകത്ത് നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് വഴികളുണ്ട് എന്ന് പറയുമ്പോൾ അത് പുസ്തകം എഴുത്താണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഉള്ള അവസരങ്ങളാണത്. അദ്ദേഹത്തിന് ക്ഷണിക്കപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഇനി ലോകം മുഴുവൻ പോയി സംസാരിക്കും. ഇതൊക്കെ വഴികളാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാണല്ലോ, രാഷ്ട്രീയം വിട്ട് പൊയ്ക്കൊള്ളുമല്ലോ, കോൺഗ്രസ്സിന് പേടിക്കാനില്ലല്ലോ എന്നല്ല അതിന് കരുതേണ്ടത്. അവിടെയാണ് ഒരുപക്ഷെ ഇടതുപക്ഷം പ്രതീക്ഷ വയ്ക്കുന്നതും. അങ്ങനെ എഴുതുന്ന സ്വതന്ത്രനായ ഒരു ശശി തരൂർ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പിണറായി സർക്കാരിന് ഗുണകരമായ രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ, അങ്ങനെ അല്ലാത്തൊരു അവസരത്തിൽ അദ്ദേഹം എന്തായിരിക്കും, സ്വതന്ത്രനായി മാറുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്നുള്ളത് കോൺഗ്രസ്സിനെ അലട്ടുന്ന പ്രശ്നം തന്നെയാണ്. അത് കോൺഗ്രസ് ഇരുത്തി ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം. മൂന്നാമത് ഒരു പ്രതിപക്ഷമായിട്ടിരിക്കാനെങ്കിലും അത് ഉപകരിക്കും എന്നാണിപ്പോൾ ശശി തരൂർ വാദികൾ പറയുന്നത്. നമുക്ക് അടുത്ത ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ കാത്തിരുന്ന് ചർച്ച ചെയ്യാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ പ്രൊഫസർ AG ജോർജ്, ശ്രീ ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.